ഇപ്പോൾ എക്സൈസ് കമ്മീഷൻ എന്നുള്ളതിലെ തന്നെ ഇപ്പോൾ താങ്കൾ 3 വർഷത്തോടടുക്കുന്നു. അന്നേരം ഇപ്പോൾ ഞാൻ താങ്കളെ ഇൻ്റർവ്യൂ എന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ തന്നെ ചോദിച്ചു, ഇപ്പോൾ താങ്കളുടെ പേരൊന്നും പത്രത്തിൽ അങ്ങനെ പഴയ പോലെ സജീവമല്ല, താങ്കളുടെ ഒരു ഷോ ഓഫ് സ്ട്രെങ്ത് ഇതിൽ കാണിക്കാൻ പറ്റുന്ന വകുപ്പല്ലേ? ഷോ ഓഫ് സ്ട്രെങ്ത് കാണിക്കാനുള്ള ഭാര്യ ചിലപ്പോൾ പത്രം നന്നായിട്ട് വായിക്കണില്ലാന്ന് എനിക്ക് ഒരു സംശയമുണ്ട്. കേരള കൂതിയെങ്കിലും വായിക്കണം പുള്ളിക്കാരി. ഞങ്ങൾ 14 ഇതൊരു വലിയ സംഭവം ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 14 ഡി അഡിഷൻ സെൻറ്റർ നമ്മൾ തുടങ്ങിയിട്ടേ. ഇപ്പോൾ ഡി അഡിഷൻ സെൻറ്റർ ഇപ്പോൾ പ്രവർത്തനം തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് അത് ഒരു വലിയ ന്യൂസായിട്ട് അവർ എടുക്കാനില്ലാന്നേ ഉള്ളൂ. ലോകത്തിൽ ഒരു രാജ്യത്തിനും ഒരു നടക്കാത്ത സംഭവമാണ് ഇവിടെ നടക്കുന്നത്. ഇന്ത്യ രാജ്യത്തിൽ മറ്റേ സംസ്ഥാനങ്ങളൊക്കെ പോട്ടെ, അവിടെ തീർച്ചയായിട്ടും അവിടെ ഇല്ല. ഓരോരോ സംസ്ഥാനത്തിൽ, ഓരോരോ ഡിസ്ട്രിക്റ്റിൽ, ഓരോരോ ജില്ലയിൽ ഒരു കുട്ടികൾക്ക് വേണ്ടി മാത്രം പട്ടുപോയ ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ പട്ടുപോയ കുട്ടികളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി അവർ അഡിക്റ്റായി പോയി, ഇതിനെ അടിമയായിട്ട് മാറി. അവരെ തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾ ഓരോരോ ജില്ലയിൽ ഓരോ സെൻറ്റർ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വേഷം മാറിപ്പോയി അത് പിടിക്കേണ്ട കാര്യമൊന്നും ഇപ്പോൾ ഇല്ല, അതിന് ആവശ്യമൊന്നുമില്ല. എന്തായാലും ഈ പദവിയിൽ താങ്കൾ തൃപ്തനാണ്. പിന്നെ കുട്ടികൾക്ക് വേണ്ടി ഒരു കുട്ടികൾ നമ്മൾ പറഞ്ഞ 600 സ്കൂളിൽ 600 സ്കൂളിൽ പോവുകയാണെങ്കിൽ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഓരോ സ്കൂളുകളിൽ പോയി കുട്ടികളെ നമ്മൾ സംസാരിക്കുന്നു, അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ കേൾക്കുന്നു, അവരെ നമ്മൾ കഴിവനുസരിച്ച് അവരോട് കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഇത് ഞാൻ മനസ്സിലാക്കുന്നത്, ഇത് പറയുമ്പോൾ ഒരു 5 കുട്ടികളെങ്കിലും ചിലപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം കേട്ടിട്ട് ഈ ലഹരി വസ്തുക്കളിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കാര്യം ഒരു വലിയ സാഫല്യമായി എനിക്ക് ആ രീതിയിലാണ് അഭിനന്ദനങ്ങൾ.